അപ്പൊ ഇന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നമ്മുടെ ഓഗില്ലേ, അതായത് നമ്മുടെ വീഡിയോയിലൊക്കെ വരാറുള്ള ഒരു ഗ്രേ പൂച്ച, അതിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇതാണ് കുഞ്ഞാപ്പി. ഇത് ഫസ്റ്റ് ഉണ്ടായതാണ്, കുറെ നാളായി ജനിച്ചിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു 3 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ദേ അവിടെ ഇരിക്കുന്നു. നല്ല ക്യൂട്ടാണ് കേട്ടോ. നല്ല തുന്തിരിമണികളാണ്. ഇരുന്ന് ഭക്ഷണം കഴിക്കാണ് കേട്ടോ. എന്റെ സൗണ്ടൊക്കെ ലിറ്റിലായിട്ട് അങ്ങനെയാണ് കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്, ഇതേ വരണ അവിടെ ചാടി ഓടി വരണുണ്ട്. ഇതിന്റെ കൂടെന്ന് പറയണത് മീൻസ് ഒരു വീടെന്ന് പറയണത് പറമ്പിന്റെ ഏറ്റവും മൂലയുണ്ട്. ആ മൂലയ്ക്ക് ഒരാളയുടെ ഉള്ളിലാണ്. കണ്ടിരിക്കാൻ തോന്നാൻ കേട്ടോ. അവരൊക്കെ എന്ത് ക്യൂട്ടല്ല. അങ്ങനെ അവരെ സ്റ്റിക്കേഴ്സിലൊക്കെ ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ നല്ല ക്യൂട്ട് പൂച്ചകൾ, അതേപോലെ ഉണ്ട് കേട്ടോ. എന്ത് രസം, ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നിട്ട്. അപ്പൊ ഇത് രാവിലെയാണ് ഇവരെയൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. പ്രസവിച്ചിട്ട് കുറെ നാളായി, പക്ഷെ ഇപ്പോഴാണ് ഇതിനെയൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരൊക്കെ കാണണമെന്ന്. അച്ഛൻ രാവിലെ വാതിൽ തുറന്ന് നോക്കുമ്പോ പുതിയ 3 കുഞ്ഞു പൂച്ചകള്. അപ്പോഴാണ് അറിയണ ഓഗിയുടെ പിള്ളേരാണ്, കുഞ്ഞുങ്ങളാണ് ഉണ്ടാക്കിയത് കേട്ടോ. ആദ്യം കുഞ്ഞാപ്പി, പിന്നെ 3 4 അപ്പൊ പേരിട്ടിട്ടില്ല. നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് പേരിടണം. ഇന്ന് കൊണ്ടുവന്നല്ലേ ഉള്ളൂ. അപ്പൊ 28 നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വെക്കാം. അതിന്റെ വിശപ്പ് തീർന്നിട്ടില്ലാന്നുകൊണ്ട് ഒരു ചട്ടി പാലൊഴിച്ചു കൊടുത്തതാണ് കേട്ടോ. അതെല്ലാരും കൂടി തീർത്തു നക്കി തുടച്ച് കഴിക്കാണ് ഇപ്പൊ. ആ ചോറും കുറെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അത് ഇത്രയാക്കി, ആ ഒരു കുഞ്ഞിതാണ് അത്രയാക്കിയത് കേട്ടോ. അപ്പൊ ഇനി ഇനി അടുത്ത വീഡിയോ വരുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആണ് കേട്ടോ. അപ്പൊ നാളെയാണ് ശ്രീകൃഷ്ണ ജയന്തി, നാളെ 26-ാം തീയതി ആണ് കേട്ടോ. അപ്പൊ ആ വീഡിയോക്ക് വേണ്ടി എല്ലാരും കാത്തിരിക്കണം. അപ്പൊ ഞാൻ വേഗം പോയി കിടന്നുറങ്ങട്ടെ. നാളെ ശ്രീകൃഷ്ണ ജയന്തിക്കുള്ള ഗോപിവൃത്തത്തിന്റെ ഉള്ള മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ളതാണ്. വേഗം പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. ടാറ്റാ, ഗുഡ് നൈറ്റ്.